ആത്മാവിലുള്ള ദാരിദ്ര്യം തിരിച്ചറിയുമ്പോഴാണ് ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നത്. കാരണം എനിക്ക് യേശുവില്ലാതെ പറ്റത്തില്ല. വേറെ ഒന്നും എനിക്ക് ആശ്വാസം തരുന്നില്ല. യേശുവിന് മാത്രമേ എന്നെ വീണ്ടെടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ്. ആത്മാവിലെ ദാരിദ്ര്യം രക്ഷിക്കപ്പെടാൻ വേണം. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷവും ആത്മാവിലെ ദാരിദ്ര്യം വേണം. കാരണം ആത്മാവിലുള്ള ജനനത്തിന് മാത്രമല്ല, ആത്മാവിലുള്ള വളർച്ചയ്ക്കും എന്തുണ്ടെങ്കിലേ പറ്റുള്ളൂ, ഈ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. സഭകളിൽ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. സഭകളിൽ ആളുകൾ ഭയങ്കര കണ്ടന്റാണ്. എന്ത് കാര്യത്തിൽ? ആത്മീയ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എന്താ ബ്രദറെ, ഞാൻ രക്ഷിക്കപ്പെടുകയും 1987 രക്ഷിക്കപ്പെടുവാനും 88 സ്നാനപ്പെടുവാനും കർത്താവ് എന്നെ സഹായിച്ചു. ഇപ്പോഴോ? ഇപ്പൊ പിന്നെന്തോ ഈ കടമ്പ കടന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തമായി എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും വീണ്ടെടുപ്പ് ഒരു യാഥാർത്ഥ്യം ആവുകയില്ല, വളർച്ച ഒരു യാഥാർത്ഥ്യമാവുകയില്ല. പക്ഷെ ഒരു ശിഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അവൻ എന്ത് ചെയ്യുകയാണ്? അവൻ ആ പോവർട്ടി സൂക്ഷിക്കുകയാണ്, ആ ദാരിദ്ര്യം സൂക്ഷിക്കുകയാണ്. ആത്മാവിലെ ദാരിദ്ര്യം ഞാൻ സൂക്ഷിക്കുകയാണ്. അപ്പോൾ അതാണ് വാസ്തവത്തിൽ എന്താണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, ദൈവരാജ്യം എൻജോയ് ചെയ്യാൻ ഞാൻ എപ്പോഴും എന്ത് സൂക്ഷിച്ചിരിക്കണം? ആത്മാവിലുള്ള എൻ്റെ ദാരിദ്ര്യം ഞാൻ സൂക്ഷിച്ചോണ്ടേയിരിക്കണം. അപ്പോഴാണ് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല. റോമൻസ് ചാപ്റ്റർ 6 14:17 നമ്മൾ കാണുന്നത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ഭക്ഷണത്തിലും പാനീയത്തിലും മാത്രം സന്തോഷിക്കുന്നവന് നീതിയിലും സമാധാനത്തിലും സന്തോഷിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇന്നത്തെ പ്രശ്നം അതാണ്. ആത്മീയത തന്നെ എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയാണ്. ഭക്ഷണവും പാനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ കുടിക്കാൻ മാത്രമല്ല. ആസ് ഐ ടോൾഡ് യു, ഞാൻ ആത്മീയതയിൽ വരുന്നത് തന്നെ, ഞാൻ സഭയിൽ വരുന്നതിന് വേണ്ടിയാണ്. എൻ്റെ ഭക്ഷണത്തിനും പാനീയത്തിനും വേണ്ടിയാണ്. മിക്കവരും ദൈവത്തെ അന്വേഷിക്കുന്നതും ദൈവത്തിന്റെ പിന്നാലെ പോകുന്നതും എന്തിനു വേണ്ടിയാണ്? അവർക്ക് ഇല്ലാത്തത് ലഭിക്കാനാണ്, ഉള്ളത് നഷ്ടപ്പെടാതിരിക്കാനുമാണ്. പറഞ്ഞ മനസ്സിലായല്ലോ? ഇല്ലാത്തത് ലഭിക്കാനും. എനിക്കൊരു ജോലി ഇല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ പിന്നെ ഉപവാസമാണ്, പ്രാർത്ഥനയാണ്. എനിക്ക് എന്ത് വേണം? ജോലി വേണം. ജോലി ഉണ്ടെങ്കിലോ അത് പോകരുത്, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വരും. ഇനി ചില ആളുകൾ വരുന്നത്, ജോലി പോകാതൊക്കെ ഞാൻ നോക്കിക്കോളാം, അതിനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്, പിന്നെ നീ ഇടയ്ക്ക് കയറി ഇടങ്കോലിടരുതെന്ന് പറയാനാണ് പറയുന്നത്. കാര്യം ചിലപ്പോൾ ആളുകൾ പറയത്തില്ലേ, നമുക്കിതെല്ലാം ഉണ്ടെങ്കിലും ബ്രദറെ ദൈവം കൂടെ നമ്മളെ സഹായിച്ചെങ്കിലല്ല പറ്റുള്ളൂ. അതായത് ദൈവം നമ്മളെ ഉപദ്രവിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അവൻ ഒരിക്കലും എന്തുണ്ടാകുന്നില്ല, ആത്മാവിലുള്ള ദാരിദ്ര്യം അവന് അനുഭവിക്കാൻ കഴിയുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുമ്പോൾ, ആത്മാവിന്റെ ശൂന്യത അനുഭവിക്കുമ്പോൾ, ആ ശൂന്യത ഇറ്റ് ഈസ് ഗോഡ് ഷേപ്ഡ്. അതിനെ നിറയ്ക്കാനായിട്ട് ദൈവം തരുന്ന സമ്മാനങ്ങൾ കൊണ്ടും കഴിയത്തില്ല. അതിനെ നിറയ്ക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ യേശുവിനാൽ നിറയുകയാണ്. അപ്പോൾ നമ്മൾ യേശുവിനെ വിമോചകനായും രാജാവായും ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഞാനിന്ന് രാവിലെ പറഞ്ഞതുപോലെ, ഈസ് നോട്ട് ജസ്റ്റ് എ ഡെലിവറർ, ഈസ് നോട്ട് ജസ്റ്റ് എ റിഡീമർ, ഈസ് മൈ കിങ് ആൻഡ് ഹി കംസ് ടു മൈ ലൈഫ്. എന്തിനാ വരുന്നത്? ടു റൂൾ ഓവർ മീ, എന്റെ മേൽ ഭരണം നടത്താൻ. അപ്പോൾ ഞാൻ ഓൾറെഡി ഭരിക്കാൻ എന്റെ സിംഹാസനത്തിൽ എന്നെ ഇരുത്തിയിരിക്കുകയാണെങ്കിൽ പിന്നെ യേശുവിന് വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ആത്മാവിലെ ശൂന്യത ഞാൻ സൂക്ഷിക്കണം. എന്ത് ശൂന്യത? ആത്മാവിന്റെ തലത്തിൽ എന്നെ ആദ്യം ഇറക്കി വിടണം. എന്നെ ഇറക്കി വിട്ടാലേ രാജാവായിട്ട് യേശുവിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പാപവിമോചനം പ്രാപിക്കാൻ ഞാൻ പാപിയാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകണം. അവിടെ ഞാൻ എന്തായി തീരുകയാണ്? ഞാൻ മോറലി ബാങ്ക്രപ്റ്റ് ആണെന്ന്. അതാണ് വാസ്തവത്തിൽ എന്ത്? ഞാൻ ആത്മാവിൽ ദരിദ്രനാണെന്ന് പറയുമ്പോഴത്തേക്ക് മോറലി ഞാൻ ബാങ്ക്രപ്റ്റ് ആണ്. എന്റെ നീതി കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല, യേശുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ അല്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയത്തില്ല. സോ ഐ അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഐ എം മോറലി ബാങ്ക്രപ്റ്റ്. അടുത്തത് എന്താണ്? അപ്പോൾ വിമോചകനായിട്ട് ഞാൻ സ്വീകരിച്ചു. അതിനുവേണ്ടി ഞാൻ മോറലി ഞാൻ ബാങ്ക്രപ്റ്റ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. 2, എന്നെ ഭരിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ എന്റെ സിംഹാസനത്തിൽ വെച്ചിരിക്കുകയാണ്. കാര്യം എനിക്കിഷ്ടമുള്ളതാണല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇല്ലേ? പക്ഷേ ഇവിടെ ഇതാ യേശു രാജാവായിട്ട് വന്നിരിക്കുകയാണ്. രാജാവായിട്ട് വരുമ്പോൾ അവനെ ഞാൻ എന്റെ സിംഹാസനത്തിൽ കയറ്റി ഇരുത്തണം. എന്തിന്? എന്നെ ഭരിക്കാൻ വേണ്ടി. അതാണ് യേശുവിനെ രാജാവാക്കുക എന്ന് പറയുമ്പോൾ.
അതിന് ഞാൻ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്താണ്? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നവനെ ഇറക്കി വിടണം. ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആരാ? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ തന്നെയാണ്. പിന്നെ എന്നെ നിയന്ത്രിക്കുന്ന വേറെ ഘടകം ചിലപ്പോൾ കാണുമായിരിക്കും. പിശാച് എന്നെ ചിലപ്പം ഭരിക്കുന്നുണ്ടായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചിന്തയിൽ ഞാനാ ഭരിക്കുന്നതെന്നാണ്. ഞാൻ ചിലപ്പം ഉദാഹരണമായിട്ട് പറയാനുണ്ട്. പണ്ട് ലാലു പ്രസാദിന് ഒരു ഫോറസ്റ്റ് സ്കാം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലു പ്രസാദ് സിംഹാസനത്തിൽ ഇറങ്ങിയിട്ട് റാബ്രി ദേവിയെ കയറ്റിയിരുത്തി. റാബ്രി ദേവിയെ കയറ്റിയിരുത്തിക്കൊണ്ട് വല്ല വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ? ഭരിക്കുന്നത് ആര് തന്നെയാണ്? ലാലു പ്രസാദ്. അപ്പൊ പിശാച് എന്നെ സന്തോഷിപ്പിക്കാൻ ചിലപ്പോൾ പറഞ്ഞേക്കാം, ഞാൻ അങ്ങ് ഇറങ്ങിയേക്കാം, നീ അങ്ങ് ഇരുന്നോളാൻ. പക്ഷെ ഞാൻ കയറി ഇരുന്നാലും ഭരിക്കുന്നത് ആര് തന്നെയാ? പിശാച് തന്നെയാണ്. എന്ന് പറഞ്ഞതുപോലെ എന്റെ മോറൽ ബാങ്ക്രപ്സിയാണ് യേശുവിനെ ഞാൻ വിമോചകനാക്കാൻ എനിക്ക് കഴിയുന്നതെങ്കിൽ, യേശുവിനെ രാജാവാക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പകരം യേശുവിനെ അവിടെ കയറ്റിയിരുത്തുകയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ ആരായിത്തീരുന്നു? ഞാൻ ശൂന്യനായിത്തീരുന്നു. There is nobody to sit upon the throne of my life. So what happens? Then only Jesus comes and he rules over me. അപ്പോൾ മാത്രമേ യേശു വന്നിട്ട് എന്നെ ഭരിക്കത്തുള്ളൂ. അപ്പോൾ ആത്മാവിലെ ദരിദ്രന് മാത്രമേ യേശുവിനെ വിമോചകനാക്കാൻ പറ്റുകയുള്ളൂ. ആത്മാവിലെ ദരിദ്രന് മാത്രമേ യേശുവിനെ രാജാവാക്കാനും പറ്റുകയുള്ളൂ. അങ്ങനെ ആത്മാവിലെ ദാരിദ്ര്യത്തിൽ എന്റെ സിംഹാസനം ഒഴിച്ചിടുമ്പോൾ ഞാൻ ദൈവത്തെ രാജാവാക്കുകയും അങ്ങനെ നാച്ചുറലി ഞാൻ എങ്ങോട്ട് പ്രവേശിക്കുകയാണ്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറയാണ്, ബ്ലെസ്സഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്, ദേ വിൽ ഓപ്പൺ ദെയർ ഹാർട്ട് ഫോർ മീ, ദേ നോ ദാറ്റ് ദേ ആർ മോറലി ബാങ്ക്രപ്റ്റ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അവൻ അറിയാം ധാർമ്മികമായി അവൻ ബാങ്ക്രപ്റ്റ് ആണ്, അല്ലെങ്കിൽ അരിഷ്ടനാണ്, അതല്ലെങ്കിൽ അവൻ ഡെസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എന്നെ അവന്റെ വിമോചകനാക്കുന്നു എന്ന് തന്നെയല്ല, അവൻ അറിയാം അവനെ ഭരിക്കാൻ അവന് കഴിയത്തില്ല. അവന്റെ സിംഹാസനം അവൻ ഒഴിച്ചിട്ടിരിക്കുന്നു. അവൻ ആത്മാവിൽ ദരിദ്രനാണ്, ആത്മാവിൽ അവന് ശൂന്യതയുണ്ട്. അവിടേക്ക് എന്നെ കയറ്റിയിരുത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹി ബിക്കംസ് അവർ കിങ്. When Jesus becomes our king, then the kingdom of God is ours. യേശു രാജാവായി തീരുമ്പോൾ ദൈവരാജ്യം ആരുടെ വകയാണ്? എൻ്റെ വകയാണ്. So this is what is the meaning of the first beatitude. എന്ത്? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം അവർക്കുള്ളത്. ആത്മാവിൽ ദരിദ്രനായവൻ മോറലി ബാങ്ക്രപ്റ്റ് ആണെന്ന് സമ്മതിക്കുകയും യേശുവിനെ വിമോചകനാക്കുകയും എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ആരുമില്ല എന്ന് ഞാൻ തിരിച്ചറിയുകയും ഞാൻ എന്നെ തന്നെ ശൂന്യനാക്കുകയും യേശു അവിടെ കയറി ഭരിക്കുകയും ചെയ്യുന്നു. ആൻഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് ours. സെക്കൻഡ് ബിയാറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ രണ്ടാമത്തെ അനുഗ്രഹീത വചനങ്ങളിലേക്ക് പോകുമ്പോൾ, ബ്ലെസ്സഡ് ആർ ദ പുവർ. ദാറ്റ് സേസ് അബൌട്ട് ദ ബ്ലെസ്സഡ്നെസ് ഓഫ് എ ബ്രോക്കൺ ഹാർട്ട്. അവിടെ പറയുന്നത് വേഴ്സ് 4 പറയുന്നത്, ബ്ലെസ്സഡ് ആർ ദോസ് ഹു മോൺ ഫോർ ദേ ഷാൽ ബി കംഫർട്ടഡ്. കരയുന്നവർ അല്ലെങ്കിൽ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദുഃഖിക്കുന്നവർ എന്ന മലയാളം വാക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്ര വലിയൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു വലിയൊരു എന്താണ് ഒരു പഞ്ചില്ല അതിനകത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖിക്കുന്നവർ, നമുക്ക് എന്നാടാ വലിയ ദുഃഖം എന്നൊക്കെ ചോദിക്കുമല്ലോ. പക്ഷെ അവിടെ ദുഃഖം എന്നുള്ള വാക്കേ അല്ല. അവിടുത്തെ കറക്റ്റായിട്ടുള്ള വാക്ക് ഹൃദയത്തകർച്ച എന്ന് പറയുന്നതാണ്. ബ്രോക്കൺനെസ് ഓഫ് ഹാർട്ട്. അപ്പോൾ വെറും ഒരു ദുഃഖമല്ല, അവിടെ എന്താണ്? ഹൃദയം തകർന്നവർ ഭാഗ്യവാന്മാർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും അതാണ്. ദ സ്ട്രോങ്ങസ്റ്റ് വേർഡ് ഫോർ വീപ്പിംഗ്. കരച്ചിലിന്റെ ഒരു പക്ഷെ വേറെ രീതി പറഞ്ഞാൽ അലറിക്കരയുന്നവൻ, മോങ്ങിക്കരയുന്നവൻ ഭാഗ്യവാൻ, തോരാത്ത കണ്ണീരുള്ളവൻ ഭാഗ്യവാൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പെൻറ്റയോ എന്ന് പറയുന്ന വാക്ക് ഇറ്റ് ഇസ് എ സ്ട്രോങ്ങസ്റ്റ് വേർഡ് ഇൻ ഗ്രീക്ക് ഫോർ വീപ്പിംഗ്. കരച്ചിലിന്റെ അങ്ങേ അറ്റമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ഒരു വാക്കിനേക്കാൾ വളരെ അർത്ഥസമ്പുഷ്ടമാണ് എന്ത്? കരയുന്നവർ അല്ലെങ്കിൽ മോങ്ങിക്കരയുന്നവർ ഭാഗ്യവാന്മാർ. എങ്ങനെ? മരിച്ചവനെ കുറിച്ച് വിലപിക്കുന്നത് പോലെയുള്ള ഒരു വലിയ വിലാപം, ഹൃദയത്തകർച്ച. നമ്മൾ യാക്കോബിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ജനസിസ് ചാപ്റ്റർ 37:34 നിങ്ങൾ എൻ്റെ യോസഫ് മരിച്ചു എന്ന് സഹോദരന്മാർ അവൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ പറയുന്ന അവനെന്താണ്? അവൻ ഹൃദയം തകർന്ന് അവൻ വിലപിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ എൻ്റെ നരയെ ദുഃഖത്തോടുകൂടെ പാതാളത്തിൽ ഇറക്കും. അല്ലെങ്കിൽ
he was totally അവൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച അവന്റെ പുത്രൻ മരിക്കുമ്പോൾ ഉണ്ടാകുന്നതായ ഒരു കണ്ണീരൊഴുക്കാണ്. the sorrow that brings unrestrainable tears to the eyes. It is not just ഒരു ഈ ദുഃഖത്തിന്റെ ഒരു ഇൻവേർഡ് ആയിട്ടുള്ള ഉള്ളിലുള്ള ദുഃഖമല്ല, അതിന്റെ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഉൾപ്പെടെയുള്ള. അതുകൊണ്ടാണ് ഈ കണ്ണീരൊഴുക്കുന്ന കാര്യമാണ് ഈ വാക്കോട് ഉപയോഗിച്ചിരിക്കുമ്പോൾ. ദുഃഖമെന്ന് മാത്രമല്ല, ദുഃഖിക്കുമ്പോൾ ആ വിലപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്വേർഡ് എക്സ്പ്രഷനും കൂടെ ഉൾപ്പെടെയുള്ള ഒരു വാക്കാണ്. അതുകൊണ്ടാണ് ഹൃദയ തകർച്ച. ഭർത്താവ് മരിച്ച ഒരു വിധവയുടെ കണ്ണീര്, അല്ലെങ്കിൽ അമ്മ മരിച്ച ഒരു പിഞ്ചു കുഞ്ഞിന്റെ കണ്ണീര്. അവൻ ആലംബഹീനനായി തീർന്നിരിക്കുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളും he's totally away from all kind of comfort. അവൻ ആശ്വാസത്തിന്റെ യാതൊരു സാധ്യതയും ഇല്ലാത്ത നിലയിലേക്ക് സ്വാഭാവികമായി വന്നുപെട്ടിരിക്കുകയാണ്. അവന്റെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോവുകയാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ദാരിദ്ര്യം ബലമാകുന്നത് എന്തുകൊണ്ടാണ്? ആശ്രയത്തിനുള്ള വഴി എന്ന നിലയിലാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യം ഒരിക്കലും നമുക്ക് ഒരു ബ്ലെസ്സഡ്നെസ് ആവുകയില്ല. ഇതേപോലെ തന്നെ കരച്ചിലും ഇറ്റ് ഹെൽപ്സ് യു ടു ഡിപ്പെൻഡ് അപ്പോൺ ഗാഡ്. പൂർണ്ണമായും ദൈവത്തിൽ ആശ്രയിക്കാൻ. യു നീഡ് ജീസസ് ഡെസ്പറേറ്റ്ലി. നിങ്ങൾക്ക് യേശു ഇല്ലാതെ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ആ കരച്ചിൽ, എന്തിനു വേണ്ടിയാണ് കരച്ചിൽ? കരയുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. പക്ഷെ എന്തിനു വേണ്ടിയുള്ള കരച്ചിലാണ്? ഇന്ന് ആളുകൾ എന്തിനു വേണ്ടിയാണ് കരയുന്നത്? എന്തിനാണ് ഉപവാസം എടുക്കുന്നത്? പല സമയത്ത് നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിലെ ഭൗതികമായ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയുന്നുണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയാണ് ശരിക്കും ഹൃദയ തകർച്ച ഉണ്ടാകേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ പാപത്തെ ഓർത്താണ് നമുക്ക് ഹൃദയ തകർച്ച ഉണ്ടാകേണ്ടത്. നമ്മളൊരു പാപിയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ, when you understand that you are a sinner, you feel unworthy to stand before God. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാൻ നമുക്ക് കഴിവില്ലാത്ത ആ അയോഗ്യത, ദൈവത്തിന്റെ മുമ്പിലേക്ക് കയറി ചെല്ലാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു കരച്ചിൽ. And that becomes a blessing. You will be accepted by God and you will be comforted by God. ദുഃഖിക്കുന്നവരായ നിങ്ങൾ, അല്ലെങ്കിൽ അലറി കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. Blessed are those who mourn, for they shall be comforted. അവർക്ക് മാത്രമേ, പാപത്തെ ഓർത്ത് കരയുന്ന വിലപിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പാപമോചനത്തിന്റെ സമാശ്വാസം ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കരച്ചിൽ ഒരു ഭാഗ്യാവസ്ഥയാകുന്നത്. പാപത്തെക്കുറിച്ചുള്ള കരച്ചിലൊക്കെ പണ്ടത്തെ കാലത്ത് വളരെ കോമൺ ആയിരുന്നു. പക്ഷെ ഇന്നിപ്പോഴ് എന്താ, ആ പാപത്തെ ഓർത്തുള്ള കരച്ചിൽ ഇന്നത്തെ ഒരു കോമൺ ഫാക്ടർ അല്ല. പല സമയത്തും എന്താണ്, പാപത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പാപബോധം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു അനുതാപമില്ലാതെയാണ് പല ആളുകളും വിശ്വാസത്തിലേക്ക് വരുന്നത് തന്നെ. ദാറ്റ്സ് എ ബിഗസ്റ്റ് പ്രോബ്ലം. ഒരു വലിയ പ്രശ്നമാണ്. യേശുവിന്റെ പ്രസംഗം തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാം, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. യോഹന്നാൻ പറഞ്ഞ അതേ പ്രസംഗം തന്നെയാണ് അവൻ തുടങ്ങുന്നത്. പക്ഷേ പാപബോധമില്ലാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് അനുതപിക്കാൻ പറ്റുന്നത്? അനുതപിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് മാനസാന്തരപ്പെടുവാൻ പറ്റുന്നത്? ഇതിന്റെ എല്ലാം അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് പാപബോധമാണ്. അനുതാപത്തിന്റെയും അടിസ്ഥാനം എന്താണ്? പാപബോധമാണ്. പാപബോധമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴാണ് നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള ആ ഒരു വലിയ ഒരു റിപ്പൻറ്റൻസ്? നോ മാൻ ക്യാൻ റിപ്പൻറ്റ് അൺലെസ് ഹി ഈസ് സോറി ഫോർ ഹിസ് സിൻസ്. അവന്റെ പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു വ്യക്തിക്ക്, പാപത്തിന്റെ ഇന്ന് പാപം പലർക്കും ഒരു കളിയാണ്. ജസ്റ്റ് ഒരു പ്ലേ തിങ് ആയിട്ടാണ്. ആഫ്റ്റർ ഓൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആകെ രക്ഷിക്കപ്പെടൂടെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കളിയാണ്. പലപ്പോഴും പിള്ളേർക്കൊക്കെ ഒരു കളിയാണ് പാപം. പിള്ളേർക്കും വലിയവർക്കും. പിള്ളേരെ മാത്രം എന്തിനാ കുറ്റം പറയുന്നത്? പക്ഷെ എപ്പോഴാണ് ഈ കളി അവസാനിക്കുന്നത്? പല സമയത്തും ഈ കളികൾ അവസാനിക്കുകയാണ്, അല്ലേ? ഒരു കളിയായിരിക്കുന്ന സമയമുണ്ട്. ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരുമ്പോഴാണ് നമുക്ക് ഇത് കളിയായിട്ട് തോന്നുന്നത്. ചില പാപം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആരും അറിയാതെ രക്ഷപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും, ഓക്കെ, നത്തിങ് ടു ഫിയർ. പക്ഷെ ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെന്നിരിക്കും. പണ്ടൊരു പാമ്പ് ഒരു വീട്ടിൽ കയറി മുട്ട മോഷ്ടിക്കുമായിരുന്നു, ഒരു കുടിലിൽ. അപ്പോൾ ഒരു ചെറിയ ഒരു ദ്വാരത്തിലൂടെയാണ് പാമ്പ് കടക്കുന്നത്. അപ്പോൾ കടന്ന് മുട്ട നിന്ന് കഴിയുമ്പോഴത്തേക്ക് മുട്ട അങ്ങ് വിഴുങ്ങിക്കഴിഞ്ഞ് തിരിച്ച് ഈ ദ്വാരത്തിലൂടെ പോകുന്ന സമയത്ത് നോർമലി കയറി പോകുമ്പോഴത്തേക്ക് മുട്ട അങ്ങ് പൊട്ടി പാമ്പ് ഇറങ്ങിപ്പോകും. അപ്പൊ എന്നും ഈ പാമ്പ് മുട്ട തിന്നാൻ വരുന്നത് കണ്ട് ഈ വീട്ടുകാരൻ ഒരു ദിവസം എന്ത് ചെയ്തു? നോർമൽ മുട്ടയ്ക്ക് പകരം ഒരു പുഴുങ്ങിയ മുട്ട അവിടെ വെച്ചു. അപ്പൊ ഈ പാമ്പ് വന്നിട്ട് മുട്ട അതുപോലെ അങ്ങ് വിഴുങ്ങി. പക്ഷെ തിരിച്ചു ചെന്നപ്പോഴാണ് മനസ്സിലാകുന്നത് മുട്ട എന്ത് ചെയ്യുന്നില്ല, പൊട്ടുന്നില്ല.
ഇതുപോലെയാണ് പല സമയത്തും പാപത്തിൽ നിന്ന് ഊരിപ്പോരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും ഇതെന്നും ഊരിപ്പോരാമെന്ന്. പക്ഷെ ചില ദിവസം ഊരിപ്പോരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പാപത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, രക്ഷപ്പെടാൻ കഴിയാതെ വരുന്നത്, പാപം കളിയല്ലാതെ ആയിത്തീരുന്നത്. പണ്ട് പെരുമ്പാമ്പിനെ കൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പലപ്പോഴും പല ട്രാക്റ്റുകളിലും മറ്റും സ്റ്റോറി കേട്ടിട്ടുണ്ട്. പെരുമ്പാമ്പിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പാമ്പന്തിയായി പെരുമ്പാമ്പ് ഇവനെ ഇങ്ങനെ ചുറ്റും, അത് കഴിഞ്ഞ് അഴിയും. അപ്പൊ അങ്ങനെ ചുറ്റുകയോ അഴിയുകയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റുന്ന സമയത്തൊക്കെ ഇവന് വലിയ വെപ്രാളമൊക്കെ കാണിക്കും. അപ്പൊ എല്ലാവരും അത് കഴിയുമ്പോഴത്തേക്ക് ഇവന് പൈസ കൊടുക്കും. ഒരു ദിവസം ഈ പാമ്പ് ഭയങ്കര സീരിയസ് ആയിട്ട് എന്ത് ചെയ്തു, ഇവനെ ശരിക്കും ഞെരുക്കാനായിട്ട് തുടങ്ങി. ഞെരുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ കിടന്ന് അലറിക്കുവാൻ തുടങ്ങി. അപ്പൊ ആൾക്കാർ ചിന്തിച്ച് ഇത് കളിയുടെ ഭാഗമാണ്. കാര്യം എന്നും പാമ്പ് ഞെരുക്കുമ്പോഴെല്ലാം ഇവൻ എന്ത് ചെയ്യാറുണ്ട്, ഇവൻ അലറുകയും ഓ എന്നെ രക്ഷിക്കുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഇന്നവൻ ശരിക്കും ആവശ്യപ്പെടുകയാണ്. പക്ഷെ ആരും അവനെ രക്ഷിക്കാൻ പരിശ്രമിച്ചില്ല. എന്തുകൊണ്ടാ? ഇത് അവന്റെ കളിയുടെ ഒരു ഭാഗമായിട്ട് ചിന്തിച്ചു. പക്ഷേ പാമ്പിന് കലി കയറിയിട്ട് പാമ്പ് വന്ന് അവനെ ഞെരുക്കി ആ മനുഷ്യൻ മരിച്ചു വീഴുമ്പോൾ ആൾക്കാർ മനസ്സിലാകുന്നത്. ഇതുപോലെ പോയിന്റ് ബ്ലാങ്കിൽ ഒരു ദിവസം പിടിക്കപ്പെടുമ്പോഴാണ് പാപത്തിന്റെ കോൺസിക്വൻസ് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പാപത്തിന്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുന്നത്. പല സമയത്തും നമ്മൾ ഈ പാപത്തെ സീരിയസ് ആക്കാതെ, എസ്പെഷ്യലി it is in relationship with premarital sex and extramarital sex. Most of the time we think it is something to play, but sometimes it becomes very serious. When you lose your family, it becomes very serious. പല ദിവസങ്ങളിൽ നമ്മളിതൊരു ഒരു പെരുമ്പാമ്പുമായിട്ടുള്ള കളി പോലെയായിരിക്കും കാര്യങ്ങളെ ചിന്തിക്കുന്നത്. പക്ഷെ അല്ല, പാപത്തിന്റെ കോൺസിക്വൻസ് എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കരയേണ്ടി വരുന്നത്. പാപത്തിന്റെ നോർമൽ കോൺസിക്വൻസ് എന്താണ്? നമ്മുടെ പാപത്തിന്റെ, ഞാൻ ചില ആളുകൾ ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ, കൂടിയ ശിക്ഷ ഒന്നും പറയണ്ട, എന്റെ പാപത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? മിനിമം ശിക്ഷ, ഇറ്റ് ഈസ് ഇറ്റേണൽ ഹെൽ. എന്റെ പാപത്തിന്റെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്താണ്? നിത്യ നരകമാണ്. ആ കോൺസിക്വൻസ് അറിയുമ്പോഴാണ് ഞാൻ പാപത്തെ ഓർത്ത് വിലപിക്കുന്നത്, കരയുന്നത്. ഐ ക്രൈ ഔട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു കർത്താവ് പത്രോസിനോട് അവന്റെ പടകിൽ കയറി ആളുകളോട് സംസാരിച്ച് തിരിച്ചു പോകുന്ന കൂട്ടത്തിൽ കർത്താവ് ഇവനോട് നിനക്ക് മീൻ കിട്ടാനായിട്ട് ആഴത്തിലേക്ക് നീക്കി വലയിറക്കാൻ പറയുന്നു. അവൻ വലയിറക്കി, അവന് വലിയ പെരുത്ത മീൻകൂട്ടം കിട്ടി, എ ലോട്ട് ഓഫ് ഫിഷ്. അതിനുശേഷം യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി, ഹി ഈസ് നോട്ട് എ നോർമൽ പേഴ്സൺ, ഹി ഈസ് ഗാഡ്. അവൻ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞതിന്റെ കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഹി സേസ്, ഡിപ്പാർട്ട് ഫ്രം മീ യുവർ ലോർഡ് ഫോർ യു, ഫോർ ഐ ആം എ സിന്നർ. കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. വിട്ടുപോകണം എന്ന് പറയുന്നത് നോർമൽ കേസിൽ നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, കർത്താവെ ഇനി ഞാൻ നിന്നെ ഇട്ട് ചെങ്ങും പോകത്തില്ല, കാര്യം ഇത്രയും മീൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട കാര്യം അതാണ്. നമുക്ക് കിട്ടുന്ന ബ്ലെസ്സിങ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് ദൈവത്തെ അങ്ങ് കെട്ടിപ്പിടിക്കാനാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ബ്ലെസ്സിങ്സ് നമുക്ക് തരുന്നത് ഒരു പക്ഷേ നമ്മളെ പാപബോധം ഉണ്ടാക്കാൻ കൂടെ ആണെന്ന് ചിലപ്പോൾ ചിന്തിക്കണം. When God gives you all kind of blessings, maybe sometimes it is God's language. God's language. ഇവൻ പറയാണ്, ഡിപ്പാർട്ട് ഫ്രം യുവർ ലോർഡ് ഫോർ ഐ ആം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനോട് എന്നെ വിട്ടുപോകണമേ. അവൻ കരയുകയാണ്, അലറിക്കരയുക. എന്തുകൊണ്ട് വിട്ടുപോകണമെന്ന് പറയുന്നത്? ബിക്കോസ് ഹി ന്യൂ ഹൂ ജീസസ് ഈസ്. യേശു ആരാണെന്ന് അവന് മനസ്സിലായി. ആരാണ്? ഈസ് ഗാഡ്. ആൻഡ് ഹി ന്യൂ വാട്ട് ജീസസ് കുഡ് ഡു ടു ഹിം. യേശുവിന് അവനോട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവൻ മനസ്സിലാക്കി. എന്ത് ചെയ്യാൻ കഴിയും? അവൻ ദൈവമാണെങ്കിൽ അവന്റെ പാപത്തെ ശിക്ഷിക്കാനുള്ള സകല അവകാശവുമുള്ളവനാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പത്രോസ് മനസ്സിലാക്കി. അവൻ ദൈവമാണെന്നുള്ള തിരിച്ചറിവിൽ, കാര്യം അവൻ അറിയാവുന്ന ദൈവം ഒരു കാര്യത്തിന് വേണ്ടി അവന് ഇറങ്ങി വരുന്നുള്ളൂ. എന്തിനാണ്? പാപത്തെ ശിക്ഷിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുന്നവനായ ദൈവം. ദാറ്റ് ഈസ് ദ നോർമൽ കോൺസിക്വൻസ്, നോർമൽ തിങ്. ദാറ്റ്സ് എ നോർമൽ തിങ്. അവൻ ആ പാപത്തെക്കുറിച്ച്, അവന്റെ കോൺസിക്വൻസ്, അല്ലെങ്കിൽ അവന്റെ മനസ്സിൽ എപ്പോൾ കാണുന്നതെന്നറിയാമോ? ഇതാ ദൈവം വന്നിരിക്കുന്നു. എന്തിന്? എന്റെ പാപത്തെ ശിക്ഷിക്കാൻ. ഞാൻ അടുത്ത നിമിഷം എവിടെയായിരിക്കും കിടക്കുന്നത്? ഐ ആം ഇൻ ഇറ്റേണൽ ഹെൽ. ആ ഒരു തിരിച്ചറിവുണ്ടായപ്പോഴാണ് ഇവൻ അലറിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്,
ലോർഡ് ഐ എം എ സിന്നർ. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാ, എന്നെ ശിക്ഷിക്കരുതേ എന്നാ അവൻ പറയുന്നത്. കാര്യം എന്റെ ഡെസ്റ്റിനി ഇപ്പൊ നിന്റെ കയ്യിലാണെന്നാ പറയുന്നത്. ഐ എം ഇൻ യുവർ ഹാൻഡ്സ്. ഞാൻ നിന്റെ കയ്യിലാ. ഇറ്റ് ഈസ് യു ഹു ഡിസൈഡ് whether I should come back to life or go to eternal hell.